അനുമോളുടെ കൂടോത്രം അങ്ങനെ ഫലിച്ചിരിക്കുന്നു. പ്ലാച്ചി എന്ന പാവ ബിഗ് ബോസ് ഹൗസിൽ ഒരു നെഗറ്റീവ് വൈബ് തരുന്നു എന്നുള്ളത് മറ്റുള്ള ഹൗസ്മേറ്റ്സിന്റെ ഒരു പരാതി തന്നെയായിരുന്നു. അനുമോൾ അത് തമാശയ്ക്കാണ് ചെയ്യുന്നതെങ്കിലും മറ്റുള്ളവർക്ക് അത് വളരെ നെഗറ്റീവായി തന്നെ എഫക്ട് ചെയ്യുന്നുണ്ട്. ആ പാവയെ ഏറ്റവും അധികം ഉപദ്രവിച്ചത് ആര്യനും അപ്പാണിയും തന്നെയായിരുന്നു. അറിയാതെയാണെങ്കിലും അനുമോളുടെ ഒരുപാട് പ്രാക്ക് അപ്പാണി ശരത്തിന് ഏറ്റിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഭാഗം തന്നെയായിരുന്നു ഇന്നലെ നടന്ന ഒരു എവിക്ഷൻ. അപ്പാനി ശരത് ഇത്രയും പെട്ടെന്ന് എവിക്റ്റായി പോകുമെന്ന് ആരും കരുതി കാണില്ല. കാരണം അപ്പാനിയേക്കാൾ അവിടെ വളരെ മോശമായി ഗെയിം കളിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അനുമോളുടെ കൂടോത്രമോ അതോ അനുമോളുടെ കരിനാക്കോ എന്താണെന്നറിയില്ല. എന്തു തന്നെയായാലും അപ്പാനി ശരത് ഇന്നലെ വീട് വിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഒരു വെറൈറ്റി എവിക്ഷൻ തന്നെയായിരുന്നു. ഓണമായതുകൊണ്ട് തന്നെ എല്ലാവരോടും പുലിവേഷം കെട്ടുവാൻ പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞ മാർക്കിനുള്ളിൽ നിന്നുകൊണ്ട് പുലിക്കളി കളിക്കുവാൻ പറഞ്ഞു. ഇതിനിടയിൽ പുലിയെ പിടിക്കുവാൻ വേണ്ടി വേട്ടക്കാരൻ വരും. ആ പുലി ഏതാണോ ആ ആളായിരിക്കും ഇന്ന് എവിക്റ്റായി പോകുന്നത്. അതുപോലെ തന്നെ പാട്ടിനനുസരിച്ച് മറ്റുള്ള ഹൗസ്മേറ്റ്സ് നൃത്തം വെക്കുവാൻ തുടങ്ങി. ഇതിനിടയിൽ വേട്ടക്കാരൻ കതക് തുറന്ന് അകത്തോട്ട് വന്നു. പുലികളുമായി നൃത്തം വെക്കുവാൻ തുടങ്ങി. പതുക്കെ ഒരു പുലിയുടെ കൈ പിടിച്ച് പുറത്തോട്ടേക്ക് നടന്നുപോയി. അത് അപ്പാനി ശരത്തായിരുന്നു. എന്നാൽ ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എവിക്ഷൻ തന്നെയായിരുന്നു. അപ്പാനി പോയത് ഏറ്റവും കൂടുതൽ വിഷമമായത് അക്ബറിനായിരുന്നു. അക്ബറും ശൈത്യയും ഒരുപാട് നേരം അവിടെ നിന്നുകൊണ്ട് കരഞ്ഞു. അക്ബറിന് ആ ഷോക്ക് ഒട്ടും മാറാത്ത പോലെയായിരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയാതെ അക്ബർ തരിച്ചു നിന്നുപോയി. അക്ബറിന്റെ ഏറ്റവും നല്ല സുഹൃത്തായിരുന്നു അപ്പാനി. അതുകൊണ്ട് തന്നെ അപ്പാനി പോയതിൽ ഏറ്റവും ആത്മാർത്ഥമായി വിഷമം വരുന്നതും അക്ബറിന് തന്നെയായിരിക്കും. പാവം അവിടെ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമം തോന്നും. മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും ചേർന്ന് അക്ബറിനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ അക്ബറിന് ഇത് ഒട്ടും വിശ്വസിക്കാനാവാതെ ഒരു ഇരിപ്പായിരുന്നു. ആരോടും യാത്ര പറയാനുള്ള സമയം നൽകാതെയായിരുന്നു അപ്പാനിയുടെ എവിക്ഷൻ. അതുകൊണ്ട് തന്നെ അപ്പാനി മറ്റുള്ള ഹൗസ്മേറ്റ്സിനെ കണ്ടത് ലാലേട്ടന്റെ മുന്നിൽ വെച്ചായിരുന്നു. അപ്പാനിയുടെ ബിഗ് ബോസ് ഹൗസിലെ ജീവിതം ലാലേട്ടൻ കാണിച്ചു കൊടുത്തപ്പോൾ അപ്പാനിയും സ്റ്റേജിൽ നിന്ന് കരഞ്ഞുപോയി. ലാലേട്ടൻ ചോദിച്ചു, അപ്പാനിക്ക് അവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ആരെയാണെന്ന് ചോദിച്ചപ്പോൾ അപ്പാനിയും പറഞ്ഞു, എനിക്ക് അക്ബറിനെയാണ് മിസ്സാവുക എന്ന്. ലാലേട്ടൻ മറ്റുള്ള ഹൗസ്മേറ്റ്സിനോട് യാത്ര പറയുവാൻ വേണ്ടി വീഡിയോ പ്ലേ ചെയ്തപ്പോൾ അപ്പാനിയും അക്ബറും ഇരുവരും മുഖത്തോട് മുഖം നോക്കി നിന്ന് ഒന്ന് കരഞ്ഞുപോയി. ഇത്തവണത്തെ ബിഗ് ബോസ് ഒരു അൺപ്രഡിക്റ്റബിൾ തന്നെയായിരുന്നു. നന്നായി ഗെയിം കളിക്കുന്നവർ ഔട്ടായി പോകുന്നു. എന്നാൽ ഒട്ടും ഗെയിം കളിക്കാത്തവർ ഇന്നും. മസ്താനി എവിക്റ്റ് ആയതിൽ ഏറ്റവും സന്തോഷം മസ്താനിക്ക് തന്നെയാണ്. മസ്താനി ബിഗ് ബോസ് ക്യാമറയ്ക്ക് മുന്നിൽ പോയിക്കൊണ്ട് പറഞ്ഞു, ഒരുപാട് താങ്ക്സ് ഉണ്ട് ബിഗ് ബോസ്, എനിക്ക് വളരെ സന്തോഷമായി, അതുതന്നെയാണ് വേണ്ടിയിരുന്നത് എന്നെല്ലാം പറഞ്ഞു. എന്നാൽ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും വിഷമത്തിൽ നിൽക്കുമ്പോൾ മസ്താനിക്ക് മാത്രമായിരുന്നു അവിടെ സന്തോഷമുണ്ടായിരുന്നത്. ഒട്ടും ഹ്യൂമാനിറ്റി ഇല്ലാത്ത ഒരു പെണ്ണാണെന്നാണ് മറ്റുള്ള ഹൗസ്മേറ്റ്സ് മസ്താനിയെക്കുറിച്ച് പറയുന്നത്. ലാലേട്ടൻ എപ്പിസോഡിൽ തന്നെ ചോദിച്ചു, മസ്താനി മാത്രമാണല്ലോ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് ഇത് തന്നെയായിരുന്നു വേണ്ടത്, വളരെ സന്തോഷമായെന്ന് പറഞ്ഞത്, അത്രയ്ക്കും സന്തോഷമായോ എന്ന് ലാലേട്ടൻ മസ്താനിയോട് ചോദിച്ചു. അപ്പോൾ മസ്താനിയും പറഞ്ഞു, എനിക്കും ഒരുപാട് സന്തോഷമായി. അപ്പാനിയോട് എനിക്ക് ഒരു തീരാത്ത പകയുണ്ട്. എന്നെ വളരെ മോശമായ രീതിയിൽ ഒരു തെറി അപ്പാനി പറഞ്ഞിട്ടുണ്ട്. അതിനെ എന്നോട് സോറി പോലും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ ഇവിടെ നിൽക്കുവാൻ ഒട്ടും അർഹതപ്പെട്ട ഒരാളല്ല. അതുകൊണ്ട് തന്നെ പുറത്തു പോയതിൽ എനിക്ക് സന്തോഷം മാത്രമാണെന്നാണ് മസ്താനി ലാലേട്ടനോട് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്